എല്ലാവർക്കും നമസ്കാരം. SKV വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, പരസ്പര സഹായത്തിൻ്റെ മനോഹരമായൊരു കഥയാണ്. ഏവർക്കും പ്രിയങ്കരിയായ ഒരു അമ്മച്ചിയുണ്ടായിരുന്നു, മേരി അമ്മച്ചി. റിട്ടയർമെൻറ്റിന് ശേഷം സമയം കളയാനല്ല, മറിച്ച് തൻ്റെ പാചകത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് അമ്മച്ചി കാറ്ററിംഗ് രംഗത്തേക്ക് തിരിഞ്ഞത്. അമ്മച്ചിയുടെ കൈപുണ്യം അത്രയ്ക്ക് പ്രശസ്തമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് നാട്ടിലെ ഒരു വലിയ കല്യാണത്തിന് 500 പേരുടെ സദ്യവട്ടങ്ങൾ ഒരുക്കുവാനുള്ള ഓർഡർ അമ്മച്ചിയെ തേടിയെത്തുന്നത്. അമ്മച്ചി അത് സന്തോഷം ഏറ്റെടുത്തു. കാരണം തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ അവസരമായിരിക്കും അത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സദ്യ നടക്കാൻ കൃത്യം 4 ദിവസം ബാക്കിയുള്ളപ്പോൾ അമ്മച്ചിക്ക് പെട്ടെന്ന് കടുത്ത ശ്വാസതടസ്സവും തളർച്ചയും അനുഭവപ്പെട്ടു. ഡോക്ടറെ കണ്ടപ്പോൾ കർശനമായ നിർദ്ദേശം വന്നു: 1 മാസത്തേക്ക് പൂർണ്ണ വിശ്രമം. അടുക്കളയിലേക്ക് പ്രവേശിക്കുകയേ അരുത്. അമ്മച്ചി ആകെ തകർന്നുപോയി. പണം നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ തന്നെ വിശ്വസിച്ച് ഓർഡർ തന്നവരുടെ മുൻപിൽ നാണം കെട്ടു പോകുമല്ലോ എന്ന ചിന്ത അമ്മച്ചിയെ സങ്കടത്തിലാഴ്ത്തി. ആദി പൂണ്ട് കട്ടിലിൽ കിടന്ന അമ്മച്ചിയെ കാണാൻ അവരുടെ 3 ആത്മാർത്ഥ സുഹൃത്തുക്കൾ എത്തി: ലീലയും വത്സയും റഹീനയും. അമ്മച്ചിയുടെ നിരാശ കണ്ട അവർ പറഞ്ഞു: മേരി, നീ വിഷമിക്കണ്ട. ഈ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യില്ല. സദ്യ നമ്മൾ നടത്തും. അമ്മച്ചിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ 3 പേരും വലിയ പാചക വിദഗ്ധരൊന്നും ആയിരുന്നില്ല. പക്ഷേ അവർക്ക് പരസ്പര സ്നേഹവും ഒത്തൊരുമയും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ ആ വീട് ഒരു യുദ്ധകളമായി മാറി. അമ്മച്ചി കട്ടിലിരുന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. കൂട്ടുകാരികൾ 3 പേരും അത് കൃത്യമായി നടപ്പിലാക്കി. അവിടെ മനോഹരമായ ഒരു ടീം വർക്കാണ് പിന്നീട് കണ്ടത്. ലീല പച്ചക്കറികൾ അരിയുന്നു. വത്സല കറികളിൽ കൃത്യമായ അളവിൽ മുളകും മസാലയും ചേർത്ത് പാകപ്പെടുത്തുന്നു. റഹീന സദ്യയുടെ ഉപ്പും പായസത്തിൻ്റെ മധുരവും എല്ലാം നോക്കി എല്ലാം കൃത്യതയിൽ നിലനിർത്തുന്നു. അവർ 3 പേരും ഒരൊറ്റ മനസ്സോടെ, സഹോദര സ്നേഹത്തോടെ കഠിനാധ്വാനം ചെയ്തു. മേരി അമ്മച്ചിയുടെ മേൽനോട്ടവും അവരുടെ കൂട്ടായ്മയും ചേർന്നപ്പോൾ അടുക്കളയിൽ നിന്നും അതിമനോഹരമായ സുഗന്ധമുയർന്നു. കല്യാണ ദിവസം സദ്യ വിളമ്പി. വന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു: ഇതുപോലൊരു സദ്യ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഓർഡർ തന്നവർ അമ്മച്ചിക്ക് വലിയ തുക സമ്മാനമായി നൽകി. സന്തോഷം കൊണ്ട് അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു. തനിക്ക് സുഖമില്ലാതിരുന്നിട്ടും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് തൻ്റെ കൂട്ടുകാരികളുടെ ഒത്തൊരുമ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അമ്മച്ചി തിരിച്ചറിഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും വ്യക്തിപരമായ കാര്യങ്ങളിലും എല്ലാം പ്രതിസന്ധികൾ വരാം. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരുപക്ഷെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ നമ്മൾ ഒറ്റ മനസ്സോടെ, സഹോദര സ്നേഹത്തോടെ കൈകോർത്താൽ, ഒരാൾ മുളകിടുമ്പോൾ മറ്റൊരാൾ ഉപ്പിട്ട് സഹായിക്കുന്നത് പോലെ പരസ്പരം താങ്ങായി നിന്നാൽ എത്ര വലിയ ലക്ഷ്യങ്ങളും നമുക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ ആ യൂണിയനാണ് ശക്തി. ഒത്തൊരുമിച്ചാൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും മറികടക്കാം. മറ്റൊരു നല്ലൊരു കഥയുമായി അടുത്ത ആഴ്ച കാണാം. ഈ കഥ ഇഷ്ടമായെങ്കിൽ SKV വൈബ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.